അൻഹു അവിടുത്തെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ചാരത്തെത്തിയപ്പോൾ എനിക്ക് തങ്ങളെ കൈയൊന്ന് ലഭിക്കണം, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരമൊന്ന് ലഭിക്കണം, ഒന്ന് ചുംബിക്കാനാണ്. ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതീ. അവിടുത്തെ വലത്തെ കൈ, ഷറഫാക്കപ്പെട്ട കൈ ഒന്ന് നീട്ടിത്തരുമോ നബിയേ? 10,000 ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹുജ്റത്തു ശരീഫയുടെ മുന്നിൽ വെച്ച് ആവശ്യപ്പെടുമ്പോ അക്കൊല്ലം ഹജ്ജിന് വന്നവരിൽ ശൈഖ് ജീലാനി തങ്ങളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരും ഔലിയാക്കളും ഉണ്ട്. പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിച്ചുപോയി. ഹുജ്റത്തു ശരീഫയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ, ഷറഫാക്കപ്പെട്ട കരം ഹദാ അവിടുത്തെ യമീന് പൊങ്ങി വന്നു. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചുടുചുംബനം നൽകി. സഹോദരങ്ങളുടെ ആത്മീയമായ ഒരു ബന്ധമാണത്. ആത്മീയമായ ബന്ധത്തിന്റെ ഏറ്റവും നിർഗളിക്കുന്ന ഒരു അടയാളമാണത്. ആ ബന്ധം ശരിയായ ബന്ധമാണെന്നതിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അബൂ ഹനീഫ തങ്ങളെ ഖബറിന്റെ അടുക്കൽ വെച്ച് ചോദിക്കുന്ന മുറാദുകളൊക്കെ ഹാസിലായതുപോലെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ വെച്ച് അവിടുത്തെ ആവശ്യം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ജനങ്ങൾക്കിടയിൽ വെച്ച് അതേ നേരത്തെ ഭദ്രമായി നിയമപാലകര് പൂട്ടിവെച്ച ഉദ്യോഗസ്ഥന്മാര് പൂട്ടിയ ഹുജ്റത്തു ശരീഫയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടുപോയി. ഷറഫാക്കപ്പെട്ട യമീന് പുറത്തേക്ക് വന്ന് ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചുംബനം നടത്തി. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണ് അവർക്ക് ലഭിച്ചത്, എന്തൊരു അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരം അത് ചുംബിക്കാനുള്ള വലിയൊരു സുവർണാവസരം ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഒത്തുവന്നത് ചെറിയ കറാമത്തല്ല. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകളിൽ മഹാന്മാരത് രേഖപ്പെടുത്തി വെച്ചുപോയി. അവിടുത്തെ മഹബത്തിന്റെ സ്വീകാര്യതയാണ് സഹോദരങ്ങളെ. നമുക്കിവിടെ അന്തിയിറങ്ങുന്ന മഹാനവറുകളോട് മഹബത്തുണ്ടെങ്കിൽ നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ വിഷയങ്ങൾ അവരേറ്റെടുക്കുന്ന തരത്തിലുള്ളൊരു ബന്ധം അല്ലാഹു തആല നമുക്ക് സാധ്യമാക്കി തരും. അതിനല്ലേ നല്ലൊരു ഫാത്തിഹ ഓതാൻ നമുക്ക് മടിയുണ്ടാകരുത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിഹ ഓതിയിട്ട് എപ്പോഴും വലിയ മഹത്വം കിട്ടിയില്ലേ? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറകത്തുമെത്തുമേ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതിയ മഹാന്മാർ അവരുടെ ആത്മീയമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ച് ജീവിതത്തിന്റെ എല്ലാ വഴികളും നന്നാക്കിയതുപോലെ, ശിഷ്യഗണങ്ങൾ നന്നാക്കിയതുപോലെ നമുക്കും അവസരമുണ്ടാകണം. മഹാന്മാര് നമ്മുടെ സവിധത്തിലുണ്ടാകുമ്പോ ഒരാത്മീയമായ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ഓരോരുത്തരും രഹസ്യമായും പരസ്യമായും നന്നാകാൻ അത് വലിയൊരു മാർഗമാണ്. ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ആ വിഷയം നന്നായി ശ്രദ്ധിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയൊരു ഭാഗ്യമുള്ളവരാണ്. ഇത്തരത്തിൽ വലിയ സ്ഥാനമാനങ്ങളുള്ളൊരു മഹാൻ
ഇവിടെ അന്തി ഉറങ്ങാനുള്ള വലിയൊരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാർക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണ്. ചെറിയൊരു ഭാഗ്യമല്ല, വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അവരോടുള്ള ആത്മീയമായ ബന്ധം അത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. ഫാത്തിഹ ഓതി, യാസീൻ ഓതി അവരിലേക്ക് ഹദിയയാക്കുമ്പോൾ ഉപദേശ നിർദ്ദേശങ്ങളെ കൊണ്ട് നമ്മൾ നന്നാകുന്നു എന്ന് മാത്രമല്ല, വലിയ കാവൽ അല്ലാഹു തആല അവരെ കൊണ്ട് നൽകുന്നു. ഏറ്റവും വലിയ കാവൽ എന്താണെന്നറിയോ സഹോദരങ്ങളെ? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈമാൻ. ആ ഈമാൻ അതിന്റെ പരിപോഷണത്തിലേക്ക് ഉയർത്താനുള്ള ഓരോ ഘട്ടങ്ങൾ അവരിലൂടെ നമുക്ക് ലഭിക്കുക, അത് വലിയൊരു മാർഗമാണ്. ചെറിയൊരു മാർഗമല്ല, വലിയൊരു മാർഗമാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മഹാന്മാർ ഉപദേശിച്ച് നന്നാക്കുമോ? നന്നാക്കും, തീർത്തും നന്നാക്കും. ഡയറക്റ്റായും നന്നാക്കും, അല്ലാതെയും നന്നാക്കും. രൂപഭാവങ്ങൾ മാറി വന്നിട്ടും നന്നാക്കും, അല്ലാതെയും നന്നാക്കും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഉപദേശം കിട്ടിയ ഒരു സമയമാണ്. ഞാനൊരു ദിവസം ഒരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബഗ്ദാദിലെ വലിയ പള്ളി, അന്നും ഇന്നും അത് വലിയ പള്ളിയാണ്, ഷൗനീസിയ പള്ളി. ആ പള്ളിയുടെ പരിസരത്താണ് ഒരുപാട് മഹാന്മാരുടെ മഖ്ബറയുള്ളത്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്ന ഒരു ജനാസ നിസ്കാരത്തിന് ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരാരോഗ്യം തോന്നിക്കുന്നൊരു മനുഷ്യൻ എല്ലാവരോടും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് കാശ് വാങ്ങുന്നു, ഒരു യാചന. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, നമ്മളെ മനസ്സിൽ തോന്നല്ല, നമ്മൾ പറയുന്നേ മഹാനവറുകൾ എന്റെ മനസ്സിൽ തോന്നി, ഇയാൾക്ക് എന്താ ഒന്ന് അധ്വാനിച്ച് ജീവിച്ചൂടെ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ കണ്ടിട്ട്, ആരോഗ്യവാനാണ്, എന്തിനു യാചിക്കാൻ നടക്കുന്നത്? എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. അദ്ദേഹം അങ്ങനെ യാചിക്കുന്നു, അത് സ്വന്തത്തിന് വേണ്ടിയാണോ വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടിയാണോ ഒന്നും അറിയില്ല. ആളുകളോടൊക്കെ ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെ കാശ് വാങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് മയ്യത്ത് അവിടെ വന്നു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഞാനും പിരിഞ്ഞുപോയി. എനിക്ക് രാത്രി ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് ഒരുപാട് ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും ദ്വാരക്കാനും ഔറാദുകളും പലതും ഉണ്ട്. പക്ഷെ അന്ന് രാത്രി ഒന്നും ശരിയാകുന്നില്ല. ഞാൻ എഴുന്നേറ്റു, ഞാൻ ഉറങ്ങി വീഴാണ്. നിസ്കാരത്തിൽ തന്നെ എനിക്ക് ഉറക്കം വരിക. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, എന്തൊരു അപകടം എനിക്ക് പറ്റിയത്. ദിക്ർ ചൊല്ലാനിരിക്കുമ്പോ പിന്നെയും ഉറക്കം തൂങ്ങുക. സുബ്ഹാനല്ലാഹ്, ഉറക്കം തൂങ്ങുമ്പോ ഞാൻ പോയിട്ട് മുഖം കഴുകി വരുന്നു, പിന്നെയും ഉറക്കം വരുന്നു. ഒന്നിനും ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല, ആത്മാർത്ഥതയും ആത്മീയതയും കിട്ടുന്നില്ല. ഞാനാകെ കുടുങ്ങിപ്പോയി. നിസ്കരിക്കുമ്പോഴും ഉറക്കം, നിസ്കരിച്ചുകൊണ്ട് ദിക്ർ ചെല്ലുമ്പോഴും ഉറക്കം. ആത്മീയമായ ഒരു പുരോഗതിയും എന്റെ മനസ്സിലേക്കൊരു ടച്ചും വരാതെ മുഴുവനും തടസ്സപ്പെട്ടതുപോലെ ഉറങ്ങി 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 ഞാനൊരു ഭാഗത്തങ്ങ് വീണു. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് ഞാൻ വീണപ്പോ വലിയ വലിയ മഹാന്മാരെ ഞാൻ കണ്ടുപോയി. അവരൊക്കെ എന്റെ മശായിഖുമാരിൽപ്പെട്ട ആളുകളാണ്. പലർക്കും ഞാൻ നിത്യേന ഫാത്തിഹ ഓതുന്ന ആത്മീയ ബന്ധമുള്ളവരാണ്. വലിയ വലിയ മശായിഖന്മാര്. ഈ പകല് സമയത്ത് യാചിച്ച് നടന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറയുന്നു, കുല്ലഹ്മഹു, ഇദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നോളൂ, വേണ്ടത്ര തിന്നോളൂ ഇറച്ചി. ഫഖദ് ഇർതബ്തഹു, നിങ്ങൾ അദ്ദേഹത്തെ ഗീബത്ത് പറഞ്ഞില്ലേ, കുറ്റം പറഞ്ഞില്ലേ? ഞാൻ പറയുന്നു, പടച്ചോനെ, ഞാൻ എന്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നാവ് കൊണ്ട് പറയണ്ട, അവരെ മനസ്സിൽ തന്നെ അങ്ങനെ വിചാരം ഉണ്ടാകാൻ പാടില്ല. പിന്നെ എങ്ങനെ നാവില്? അവരെ മനസ്സിൽ തന്നെ അങ്ങനെ വിചാരം ഉണ്ടാക്കാൻ പാടില്ല. അവർ സാധാരണ ആളുകളല്ലല്ലോ. മനസ്സിലൊരു തോന്നല് തോന്നിയതാണ്. ആരോഗ്യമുള്ള ആളല്ലേ, നമ്മൾ എത്ര ആളോട് പറയും, ചിലപ്പോൾ അയാളോട് തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ആരോഗ്യമില്ല, നിങ്ങൾ പോയി പണിയെടുത്തൂടെ ചോദിക്കും. നമ്മളെ കഥ അത്രയല്ലേ ഉള്ളൂ. അവര് വലിയ സ്റ്റേജിലുള്ള ആൾക്കാരല്ലേ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാം, പടച്ചോനെ, ഞാൻ ഗീബത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളിൽ നിന്ന് ഉണ്ടായ ഗീബത്താണ്. നിങ്ങളെ മനസ്സിൽ ഇങ്ങനത്തെ കേടുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും മനസ്സിലാക്കിയത്? ഇദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നോളൂ എന്നും പറഞ്ഞ് ഈ മനുഷ്യൻ എന്റെ മുന്നിലേക്ക്
വലിയ വലിയ മഹാന്മാരൊക്കെ കൂടി എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ. അതാണ് അല്ലാഹു തആല എനിക്ക് കാണിച്ചു തരുന്ന രംഗം. ഞാൻ പേടിച്ച് വിറച്ച് പാതിരാത്രിയിൽ തന്നെ എഴുന്നേറ്റു. ഈ മനുഷ്യന് ഞാൻ പകല് കണ്ട ആളാണിത്. പകല് ശൗനീസിയ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടി യാചിച്ച് നടക്കുന്ന ആളെ, അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ടിയില്ലല്ലോ. എന്തിനാ വിചാരിച്ച്? നല്ല വിചാരിച്ച പോരുന്നില്ലേ? എന്തിനാ കേടായി വിചാരിച്ചത്? കേടായി വിചാരിച്ചതാണ് ഗീബത്തായി കണക്കൂട്ടിയിട്ട് മഹാന്മാരെന്നോട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നോളൂ, നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ, ഗീബത്ത് പറഞ്ഞില്ലേ, തിന്നോളൂ ഇറച്ചി. ആ പാവപ്പെട്ട മനുഷ്യൻ യാചന നടത്തിയിട്ട് പകല് സമയത്ത് കണ്ട മനുഷ്യൻ, അദ്ദേഹം സദാ ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട് നാട്ടില്. നട്ടപ്പാതിര സമയത്ത് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിപ്പോയി. ജനങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ സുബ്ഹാനല്ലാഹ്, ഒടിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പറമ്പിലിരുന്നിട്ട് ആ മനുഷ്യൻ ദിക്റ് ചൊല്ലുന്നുണ്ട്. ഏത് മനുഷ്യൻ? പകല് സമയത്ത് ശൗനീസിയ പള്ളിയുടെ മുറ്റത്ത് കൈ നീട്ടി ജനങ്ങളോട് യാചന നടത്തിയ ആ മനുഷ്യനില്ലേ, അദ്ദേഹം പാതിരാത്രിയിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ ദിക്റ് ചൊല്ലുന്നുണ്ട്, മാല മറിച്ചിട്ട്. അദ്ദേഹം ഇരിക്കുന്നതിന്റെ നേരെ ഇപ്പുറത്തുകൂടെ ഒരു ചെറിയ വെള്ളത്തിന്റെ ചാലിങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നു. എന്നെ കണ്ട ഉടനെ തന്നെ ചോദ്യം എന്താണെന്നറിയോ? സലാം പറഞ്ഞിട്ടില്ല, ഞാൻ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കണ്ട മാത്രയിൽ ചോദിച്ചു, യാ അബൽ ഖാസിം അതഊദ്, അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി ഇനി ആവർത്തിക്കുമോ? നിങ്ങളെ മനസ്സിൽ വന്ന ചിന്ത ഇനി മേലാൽ വരുമോ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ വരൂല. ഇനി ആരെ പറ്റിയും അനുകൂലല്ലാതെ പ്രതികൂലമായിട്ട് ചിന്തിക്കൂല. ഒരാളെ പറ്റിയും പ്രതികൂലമായിട്ട് ചിന്തിക്കൂല, അനുകൂലമായിട്ട് ചിന്തിക്കുള്ളൂ. നിങ്ങൾ ഇത്ര വലിയ കാര്യപ്പെട്ട ആളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. എന്റെ മനസ്സിൽ വന്ന ആ ഒരു ചിന്ത എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നിങ്ങൾ പോയിക്കോളൂ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, പിന്നെ ഒരൊറ്റ സ്ഥലത്തും ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. പലയിടത്തും ഞാൻ ചെരഞ്ഞു നോക്കിയിട്ടുണ്ട്, പിന്നെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് ശരിയായ നിലക്ക് സ്ഫുടമാക്കാൻ ഉണ്ടായിത്തീർന്ന ഒരു സബബാണിത്. ആ ഒരൊറ്റ ചിന്തയിലൂടെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അന്തിപ്പാതിര നേരത്തുള്ള ഇബാദത്തിന്റെ ആത്മീയമായ മാനങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടപ്പോ വലിയ സങ്കടം തോന്നിയിട്ട് മഹാനവറുകള് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഈ പാവപ്പെട്ട മനുഷ്യനെ കണ്ട് പൊരുത്തപ്പെടിച്ച ശേഷം തിരിച്ചു വന്ന് നിസ്കരിച്ചപ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ ചിന്ത വരുന്നുണ്ട്, ഖൗഫ് വരുന്നുണ്ട്, ദിക്റ് ചൊല്ലിയിട്ട് ഇഖ്ലാസ് വരുന്നു. മറ്റു മഹാന്മാരെല്ലാവരും കൂടിയിട്ട് ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ മുന്നിലേക്ക് ഈ മനുഷ്യനെ നിർത്തിയിട്ട് ഇറച്ചി തിന്നോളൂ, ഗീബത്ത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് മഹാന്മാർ ഉപദേശിച്ചില്ലേ? എല്ലാ മഹാന്മാരും വീക്ഷിക്കുന്നുണ്ട്, അവരൊക്കെ സംഗതി അറിയുന്നുണ്ട്, അവരൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനമായും നമ്മുടെ ഖൽബിനെ നന്നാക്കാൻ ഏറ്റവും വലിയ മരുന്ന് അറിയുന്നവരാണ് മഹാന്മാർ. അതുകൊണ്ട് ആത്മീയ രംഗത്തെ മഹാന്മാരോട് ആത്മീയപരമായി നല്ലൊരു കണക്ഷൻ ഈ ദുനിയാവിലെ കുറഞ്ഞ കാല ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് പറ്റുന്ന മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
ആമുഖമായി ഞാൻ ഈ ഒരു വിഷയം ഓർമ്മപ്പെടുത്തി. ഒരൊറ്റ കാര്യം ചില്ലറ വാക്കുകളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ ഈമാൻ എന്ന് പറയുന്ന അനുഗ്രഹം. ഈമാനിനോളം വലുപ്പമുള്ള ഒരൊറ്റ നിഅമത്തുമില്ല. ഈമാനിന്റെ ഏറ്റവും വലിയ വില അറിയുന്ന ലോകം ഇവിടെയല്ല കേട്ടോ. ഈമാനിന്റെ വലുപ്പമറിയുന്ന ലോകം പരലോകമാ. നാളെ മുന്നിൽ അല്ലാഹു തആല നൂറ് തരുന്നത് ഈമാനുള്ള മനുഷ്യന്റെ മുന്നിലേ അല്ലാഹു നൂറ് തരുന്നുള്ളൂ. അതിക്കാണുന്ന വൈദ്യുതിയുടെ വെളിച്ചമല്ല. എത്ര ദുനിയാവിൽ വെളിച്ചം കത്തിച്ചാലും അതിനോടൊക്കൂല. ഈമാനുള്ളവന്റെ മുന്നിലല്ലേ അല്ലാഹു നൂറ് തരുന്നത്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. വിശ്വാസികളുടെ നൂറ് അതവരുടെ മുൻഭാഗത്തും വലതുഭാഗത്തും അടിച്ചു വീശുന്ന രീതിയിൽ ഈമാനിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല നൂറ് നൽകും. ആ നൂറങ്ങനെ ജ്വലിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോ അവിടെ ഇരുട്ടിൽ തപ്പുന്ന വിഭാഗമാണ് കാഫിരീങ്ങള്, ഇരുട്ടിൽ തപ്പുന്ന വിഭാഗമാണ് മുനാഫിഖുകള്. മുനാഫിഖുകൾ വിശ്വാസികളെ വിളിക്കും, യുനാദൂനഹും അലം നകും മഅകും. മുഅ്മിനീങ്ങളെ, നമ്മൾ നിങ്ങളോടൊപ്പം നിസ്കരിച്ചിരുന്നില്ലേ, ഭക്ഷണം കഴിച്ചിരുന്നില്ലേ, തൊഴിലെടുത്തിരുന്നില്ലേ, പഠിക്കാനുണ്ടായിരുന്നില്ലേ, പലതിനും ഉണ്ടായിരുന്നില്ലേ, അല്പം നൂറ് തരുമോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമോ? നിങ്ങളെ നൂറിൽ നിന്ന് ശകലം ഞങ്ങളൊന്ന് സ്വീകരിക്കട്ടെ. ആരാ മുനാഫിഖ്? അവന് തീർത്തും അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വാസമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനിനൊരു കുഴപ്പവും സംഭവിക്കരുത്. ഈമാനിനൊരു കുറവ് എവിടെങ്കിലും സംഭവിക്കുന്നു എന്ന് തോന്നിയാൽ അപ്പ തിരുത്തണം. പിറ്റത്തെ ദിവസത്തേക്ക് കാത്തിക്കാൻ പാടില്ല. ചിലർക്ക് ഇങ്ങനെ അസുഖം തുടങ്ങുക ചെയ്യാം. ചിലർക്ക് ഇവിടുന്ന് തുടങ്ങൂല, വേറെ എവിടെങ്കിലും പോയി വരുമ്പോഴാ തുടങ്ങുക. അസുഖം തുടങ്ങുമ്പോ അപ്പ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. പിറ്റത്തേക്ക് വെക്കാൻ പാടില്ല. പിറ്റത്തേക്ക് വെക്കുമ്പോ ഏതെങ്കിലും ആളുടെ ശൈത്താനീയത്തായ വാക്ക് കേൾക്കുമ്പോ പിന്നെ അത് ഒന്നുകൂടി മൂർജിക്കും, പിന്നെ ഒന്നുകൂടി കട്ടി കൂടും, പിന്നെ അവൻ തന്നെ തീരുമാനിക്കും അതന്നെയാണ് ശരി. ചോദിച്ചു നോക്കിയാൽ ഒന്നും അറിയില്ല. ചിലര് പറയും ഒക്കെ സമ്മതിക്കാൻ പറ്റും, പക്ഷെ നിങ്ങള് മരിച്ചിട്ട് ഖബറിന്റെ അടുത്തിരുന്നിട്ടുള്ള ആ ഒരു ചാരപ്രവർത്തനം അത് അത്ര അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനാ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ കൊണ്ടുപോയി നമ്മൾ നന്നായി കഫനൊക്കെ ചെയ്ത് മറവൊക്കെ ചെയ്ത് അവിടെ കാര്യങ്ങളൊക്കെ വെച്ച് സലാം പറഞ്ഞ് തിരിച്ചു പോരാൻ, പിന്നെ അവിടെ കുത്തിർന്ന് ഇങ്ങനെ ഓതി കൊടുക്കേണ്ട പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോ വല്ല കാര്യം കിട്ടും. തുടക്കാണത്, തുടക്കാണ്. ട്രീറ്റ്മെന്റ് വേഗം ചെയ്യണോ? തുടക്കാണ്. ഖബറും പുറത്തുനിന്ന് അങ്ങനെ ഒരു ഉത്ബോധനം ആവശ്യമുണ്ടോ? ഉണ്ട്. ഇമാമുകൾ അതിനെ തെളിവാക്കിയത് ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തി കൊടുക്കണം, വിശ്വാസികൾക്കത് ഉപകരിക്കും. വിശ്വാസികൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണ്. പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞില്ലേ, കൂട്ടുകാരോട് പറഞ്ഞില്ലേ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തില്ലേ, ഇദാ അനമിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫശന്നു അലയ്യ തുറാബ ശന്നാ, എന്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ മണ്ണിട്ട് മൂടിയാൽ. ആരാ പറയുന്നത് എന്നറിയോ? സ്വഹാബി വര്യനാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സ്വഹാബിയല്ല, പ്രഗൽഭനായ സ്വഹാബി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്
മിസ്റിന്റെ ഗവർണറായിട്ട് ഭരണം നടത്തിയിട്ട് ആ നാട്ടിൽ വലിയ പുരോഗതി വരുത്തിയ മഹാനാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇന്നും നിങ്ങൾ മിസ്റിൽ പോയി നോക്കൂ, ജാമിഅ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി കാണാം. വലിയ വലുപ്പമുള്ളൊരു പള്ളി കാണാം. അന്ന് നല്ല ഭരണം നടത്തിയ മഹാനാണ് ആ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഞാൻ മരിച്ചിട്ട് മണ്ണിട്ട് മൂടിയാൽ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോരണം എന്നല്ല പറയുന്നത് കൂട്ടുകാരോട്, മക്കളോട്. അഖീമൂ ഹൗല ഖബരി. മക്കളെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം. ഖദറമാ തുൻഹറു ജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ. ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വീതം വെക്കുന്ന അത്രയും ടൈം നിങ്ങൾ നിൽക്കണം. ഏകദേശം ആധുനികത്തിലുള്ള ഉപകരണങ്ങളൊക്കെ വന്നതല്ലേ, ഒരു 3/4 മണിക്കൂർ എന്ന് കൂട്ടുക. 3/4 മണിക്കൂർ സമയം നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റുഭാഗത്തും നിൽക്കണം. ഒട്ടകത്തെ അറുത്തിട്ടതിന്റെ മാംസമൊക്കെ, എല്ലും തോലും ഒക്കെ വേർതിരിച്ചിട്ട് മാംസമൊക്കെ വീതിക്കുന്ന അത്രയും സമയം എന്റെ ഖബറിന്റെ ചുറ്റുഭാഗത്തും നിങ്ങൾ നിൽക്കണം. എന്തിനാ നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റും നിൽക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഹത്താ അസ്തനിസ ബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോക്ക് ലഭിക്കാനാ. ഈമാനുള്ളൊരു മനുഷ്യൻ ഖബറിന്റെ ചാരെ വന്നു നിന്നാൽ എന്തൊരു നേരം പോക്കാണെന്നറിയുമോ? ഒരു മുഅ്മിനായ മനുഷ്യൻ ഖബറിന്റെ ചാര വന്നു നിന്നാൽ ഖബറാളിക്ക് കിട്ടുന്ന സന്തോഷം ചെറുതല്ല, വലുതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുമ്പോഴേക്ക് പരിസരത്തുള്ള എല്ലാ ഖബറുകളിലും അല്ലാഹു തആല വെളിച്ചം നൽകിയില്ലേ? ഒരൊറ്റ ഖബറിന്റെ അടുത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ശേഷം പിരിഞ്ഞു പോരുമ്പോ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമാ. ഈ ഖബറുകളൊക്കെ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വെളിച്ചം നൽകി. ഈ ഖബറിന്റെ സമീപത്തുനിന്ന് ഞാൻ ദ്വാരുന്നപ്പോ ബാക്കി ഖബറാളികൾക്ക് അല്ലാഹു തആല വലിയ വെളിച്ചം നൽകി. സഹോദരങ്ങളെ, ഖബറിന്റെ സവിധത്തിലൂടെ ഒരു മുഅ്മിൻ പോയാൽ, ഒരു മുഅ്മിൻ ഒരു സെക്കൻഡ് നിന്നാൽ അത് ഖബറാളിക്ക് ടൈം പാസ് ആണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ഇൽമുള്ള മഹാന്മാരായ സ്വഹാബിമാരെ കൂട്ടത്തിൽപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്റെ ഖബറിന്റെ ചാരേ നിൽക്കുന്നത് ഹത്താ അസ്തനിസ ബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോക്ക് ലഭിക്കാനാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, പെട്ടെന്ന് ഖബറാളിയെ മറവ് ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകാൻ പാടില്ല. ഖബറാളിയെ മറവ് ചെയ്തു കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി നേരം അവിടെ നിന്നിട്ട് തസ്ബീഹ് ചോദിക്കണം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഖബർ മുഴുവനും മൂടിയ ശേഷമാണ് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി നബി തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചത്. ഖബറൊക്കെ മൂടിക്കഴിഞ്ഞപ്പോ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകുമുൽ ആനാ, നിങ്ങളെ സഹോദരനല്ലേ ഈ ഖബറിൽ കിടക്കുന്നത്, ആ സഹോദരന് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ തേടണം. വസ്അലൂ ലഹു തസ്ബീത്, ഖബറിൽ കിടക്കുന്ന സഹോദരന് ചോദിക്കുന്ന സമയത്ത് ധൈര്യം കിട്ടാൻ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അലൂ, ഇപ്പൊ ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. ചോദ്യം തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അവിടെ പൊടിയും തട്ടി പോരാൻ പാടില്ല. അവിടെ നിന്നുകൊണ്ട് തസ്ബീഹ് ചോദിക്കണം. അപ്പോഴാണ് മലക്കുകൾ വന്ന് ചോദിക്കുന്ന നേരം. മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ
തസ്ബീത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാണ്. ചോദ്യകർത്താവിന് ചോദ്യം ചോദിക്കപ്പെടുന്ന ആൾക്ക് ഉത്തരം പറയാൻ നല്ല സ്ഥൈര്യം. ചെറിയ സ്ഥൈര്യം പോരാ, ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ അല്ലാഹു തആല സ്ഥൈര്യം നൽകുകയുള്ളൂ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഈമാനുള്ളവർക്ക് മാത്രമേ ധൈര്യം കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്കൊന്നും ധൈര്യം കിട്ടൂല. ചെറിയ ചോദ്യമാണെന്ന് കരുതരുത്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ആലോചിച്ചു നോക്കിയാൽ ഒരു പിടുത്തവും കിട്ടാത്ത ഒരു സംഗതിയാണ് ആ ചോദ്യം. വഫാത്തായിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ചോദിച്ചു, കണ്ട ആള് ചോദിച്ചു, എങ്ങനുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഹിസാബിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒറ്റ വിഷയം അല്ലാഹു തആല ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൂ. എന്താണ് ആ ചോദ്യം? വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. ഖബറിന്റെ ലോകം വല്ലാത്തൊരു ലോകല്ലേ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രഗൽഭനായ സ്വഹാബി വര്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ ഖബറിന്റെ ഉള്ളിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതും ഒരു സാധാരണ സ്വഹാബിയല്ല. അവിടുത്തെ മരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശ് വരെ വിറച്ചുപോയി എന്ന് ഹദീസിൽ പഠിപ്പിച്ച സ്വഹാബിയാണ്. ആ മരണം നമ്മൾ മരിച്ചാൽ ആരറിയാൻ? അള്ളാഹുവിന്റെ അർശ് വരെ അറിഞ്ഞുപോയി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. ആ സഅദ് തങ്ങളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ, ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബറിങ്ങനെ അടിയിലെ ഭാഗം കൊണ്ട് മൂടി റെഡിയാക്കിയിട്ട് സ്വഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം അല്ലാഹുവിന്റെ റസൂല് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. തങ്ങൾ ചൊല്ലിയപ്പോ സ്വഹാബത്തും ചൊല്ലി തുടങ്ങി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ നേരം തസ്ബീഹ് ചൊല്ലി. പിന്നെ തങ്ങൾ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സ്വഹാബത്തും തക്ബീർ ചൊല്ലി. തക്ബീർ നിർത്തിയപ്പോ അവിടുത്തോട് ചോദിച്ചു, ലിമ സബ്ബഹത തവീലൻ സുമ്മ കബ്ബർത തവീലാ. നീണ്ട നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ നബിയേ, പിന്നെ നീണ്ട നേരം തക്ബീറും ചൊല്ലിയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സാധാരണ കാണാത്തൊരു കാഴ്ച ഈ ഖബറിന്റെ ഉള്ളിൽ ഞാൻ കണ്ടുപോയി. ലഖദ് തളായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു. ഈ നല്ല മനുഷ്യനെ ഖബർ പിടിച്ച് ഇടുക്കിപ്പോയി സ്വഹാബാ. ഖബർ പിടിച്ച് ഇടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല. അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത്. നിങ്ങളും എന്റെ കൂടെ കുറെ നേരം തസ്ബീഹ് ചൊല്ലിയത്. സഹോദരങ്ങളെ, തസ്ബീഹ് കുറെ നേരം അള്ളാഹുവിനല്ലേ വാഴ്ത്തുന്നത്? പടച്ച റബ്ബിനല്ലാതെ ഈ പിടുത്തം വിടാൻ കഴിയുമോ? ഖബറിന്റെ 2 ഭിത്തികൾ ഒന്നാകെ അങ്ങ് കൂടിപ്പോയാൽ ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം. ഒരീച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം. കാണുന്ന ഖബറിന്റെ 2 ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്ന് ഇടുക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പരിഹാരം കണ്ടത്? ദിക്ർ തന്നെ പരിഹാരം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നീണ്ട
ഉറങ്ങുന്ന നേരം തസ്ബീഹ് അങ്ങ് ചൊല്ലിയപ്പോ അതേ ഖബർ പിടുത്തം വിട്ടുപോയി. സഅദ് തങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അല്ലാഹു തആല വാഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഖബർ മൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി പോകരുത്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഖബറാളിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഖബറാളിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലണം. സാധാരണ നമ്മൾ ചൊല്ലുന്നതിൽ ഇസ്തിഗ്ഫാറും ഉണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്. പടച്ച റബ്ബേ, ചോദ്യത്തിന്റെ നേരത്ത് നല്ല സ്ഥൈര്യം കൊടുക്കണേ അല്ലാ. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയാൽ സഹോദരങ്ങളെ, അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ? ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം. ഖബറിനെ കുറിച്ചുള്ളൊരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. അതേ, ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത്. ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ സുബ്ഹാനല്ലാഹ് ഫർളും സുന്നത്തുകളും വീഴ്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം. തബാറക സൂറത്ത് എന്നും പതിവാക്കണം. ഖബറിന്റെ വിഷയത്തിൽ നിന്നുള്ള കാവലി എപ്പോഴും ചോദിക്കണം. സുന്നത്ത് നിസ്കാരത്തിലും ആ ദുആ വിട്ടുപോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഒരൊറ്റ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂല് ആ ദുആ ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെത്തുമ്പോഴേക്ക് തിരക്കും പിടിച്ച് സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി, ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് സുന്നത്താണ്, നിസ്കാരത്തിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. വഅലാ ആലിഹി എന്ന് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ചോദിക്കുന്ന നേരത്ത് പതറിപ്പോകരുത്. നന്നായി ആ ചോദ്യത്തിന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ചോദ്യത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിക്കണം. പടച്ച റബ്ബിനോട് ആ നേരത്ത് സ്ഥിരത കിട്ടാൻ തസ്ബീത്ത് കിട്ടാൻ ഈമാനും ഇഖ്ലാസും എപ്പോഴും ഊട്ടിയുറപ്പിക്കണം. ഈമാനിന് ലെവലേശം സംശയമുണ്ടാകരുത്. ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോടും മക്കളോടും പറഞ്ഞത്, ഒന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങളവിടെ നിൽക്കുമ്പോ നേരം പോക്ക് ലഭിക്കുമെന്നാണ്. രണ്ടാമത്തതോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് ചോദിക്കാൻ വരുന്ന നേരത്ത് എന്തൊക്കെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പുറത്തു നിന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോകരുതേ. ഉമ്മാനെ മറവ് ചെയ്ത്, ഉപ്പാനെ മറവ് ചെയ്ത്, കൂട്ടുകാരെ മറവ് ചെയ്ത് കുറച്ചു നേരം അതിന്റെ ചുറ്റുഭാഗത്തും നിന്ന് തസ്ബീത്ത് ചൊല്ലണം. ഒരമണിക്കൂർ നിന്ന് തസ്ബീത്ത് ചൊല്ലാൻ പറ്റുമോ? ഖബറൊക്കെ മൂടിയ ശേഷം, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം തസ്ബീത്ത് തുടരണം. തൽഖീൻ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത്. തസ്ബീത്ത് നേരത്തെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടെങ്കിൽ കഴിച്ചാണ്ട് വേഗം സലാമത്താകല്ല വേണ്ടിയത്. തസ്ബീത്ത് ലാസ്റ്റാ, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം. അങ്ങനെയല്ല തസ്ബീത്ത്, അങ്ങനെയാണ് തസ്ബീത്ത്. തസ്ബീത്ത് ചെല്ലണം. തസ്ബീത്ത് മണ്ണിടുമ്പോഴേക്ക് തുടങ്ങിക്കൊള്ളിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മണ്ണിട്ട് ദുആക്കെ കഴിഞ്ഞതിന്റെ ശേഷവും അവിടെ നിന്നുകൊണ്ട് തസ്ബീത്ത് ചെല്ലണം. ഖബറൊക്കെ ഫുള്ള് മൂടിയ ശേഷമാണ് നബി തങ്ങൾ തസ്ബീത്ത് എല്ലാം വേണ്ടി പറഞ്ഞത്. ഈ തൽഖീന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏതോ ആൾ തുടങ്ങി വെച്ചതാണ് ഈ തസ്ബീത്ത്. അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും
ഞാനൊരു പുതിയതായിട്ട് ഒരു സുന്നത്തമാത്തിന്റെ ആശയം ഒന്ന് കോഴിക്കോട്ട് നിന്ന് എഴുതി കൊണ്ടൊന്നല്ല, അങ്ങനെ തന്നെ ഉള്ളത്. നേരത്തെ തന്നെ ഇമാമിയങ്ങൾ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ച അങ്ങനെ തന്നെ. ചോദ്യം ചോദിക്കപ്പെടുന്ന നേരത്തെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലണം, അവിടെ നിൽക്കണം. മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോ തന്നെ ഖബറാളിക്ക് സന്തോഷാണ് എന്ന് ലോകത്താരാ പഠിപ്പിച്ചത്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തസ്ബീത്തിൽ സന്ദേഹമുണ്ടാകരുത്, തൽഖീനിൽ സന്ദേഹമുണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിന് ഒരൊറ്റ കാര്യത്തിലും സംശയം ഉണ്ടാകാൻ പാടില്ല, ഉറച്ച ഈമാനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിലൂടെ, സ്വഹാബത്ത് താബീങ്ങളിലൂടെ, താബിയുകൾ ഇമാമിങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച നല്ല ഈമാനും ഇഖ്ലാസും ഉണ്ടാകണം. ഈമാനിൽ ലവലേശം മാറ്റമുണ്ടായാൽ, നിഫാഖ് ബാധിച്ചു പോയാൽ, ബിദ്അത്ത് ബാധിച്ചു പോയാൽ ഏറ്റവും വലിയ സങ്കടം വരുന്നൊരു നേരമാണ് ഖബറിന്റെ ലോകം കേട്ടോ. മറ്റൊന്ന് മഹ്ശറിൽ വെച്ച് മുഅ്മിനീങ്ങള് അവരുടെ നൂറോടെ മുന്നോട്ട് നീങ്ങുമ്പോ പിന്നാലെ ഇരുട്ടിൽ തപ്പുന്ന മുനാഫിക്കുകൾ വിളിക്കും, അലം നകും മഅകും, നമ്മൾ നിങ്ങളോടൊപ്പം ജീവിച്ചവരല്ലേ, ഒപ്പം നിസ്കരിച്ചവരല്ലേ, ഒപ്പം പലതും ചെയ്തവരല്ലേ. മുഅ്മിനീങ്ങൾ പറയും, ഖാലൂ ബലാ, സംഗതിയൊക്കെ അങ്ങനെ തന്നെ. വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹി വഗറക്കും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവിലെ താൽപര്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. പല വിഷയങ്ങളിലും നിങ്ങൾ സംശയിച്ചു പോയി, പലതും ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോയി. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, മഹാവഞ്ചകനായ പിശാച് നിങ്ങളെ ചതിച്ചുപോയി എന്ന് ഈമാനുള്ളവരും മറുപടി പറഞ്ഞ് മുന്നോട്ട് നീങ്ങും. സഹോദരങ്ങളെ, മുനാഫിഖുകൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു പ്രയോജനമുണ്ടാകുമോ? ഇല്ലല്ലോ. ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കാൻ വിധിക്കപ്പെട്ട നരകത്തിലെ അടിത്തട്ട് അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് ആർക്കാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടന്മാർക്കല്ലേ നരകത്തിലെ അടിത്തട്ട്, കപട വിശ്വാസികൾക്കല്ലേ വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ചു. നിസ്കാരത്തിന് കുറവൊന്നുമില്ല, മറ്റു സുഹൃതങ്ങൾക്ക് കുറവൊന്നുമില്ല, കുറവുള്ളത് ഈമാനിനാണ്. ഈമാനിന് കുറവുണ്ടാകാൻ പാടില്ല. ലോകത്ത് ഈമാനിന് കുറവുള്ള വിഭാഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു വിഭാഗമാണ് ഷീഇയ്യത്ത്, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. വിശ്വാസരംഗത്ത് വലിയ വൈകല്യമുള്ള കൂട്ടരാണ്. 1, 2 ഒന്നല്ല, 10, 45 വിഭാഗം ഉണ്ടവര്. കിതാബിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 10, 45 വിഭാഗം ഉണ്ട്. പള്ളി ദർസിൽ ഓതുന്ന ഷറഹുൽ അഖായിദിന്റെ ഷർഹുകളിലൊക്കെ കാണാം. ചില വിശ്വാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ ഇത്രയും പോയത്തക്കാരാണോ എന്ന് ചിന്തിച്ചു പോകും. സൈദിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അതില് അവരിപ്പുണ്ടോന്ന് അറിയില്ല. അവരെന്താ പറയുന്നത് അറിയോ? ഈ മഴ പെയ്യുന്നതൊക്കെ അതൊക്കെ അല്ലാഹു തആലാന്റെ മൂത്രാണ് എന്ന് അവര് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെ വിശ്വാസത്തിന്റെ ഒരു വൈകല്യവും. അവർക്കുണ്ട് പള്ളി, അവർക്കുണ്ട് നിസ്കാരം, അതുകൊണ്ട് മാത്രം കാര്യമില്ല. വിദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ വാങ്ക് തന്നെ മാറിയത് കാണാം. നമ്മുടെ നാട്ടിൽ വാങ്ക് മാറിയിട്ടുണ്ടോ? ഇല്ല. അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ അഷ്ഹദു അന്ന അലി വലിയുല്ലാഹ് എന്ന് കേൾക്കാം. ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ് എന്നും കേൾക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളാണിത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ച ബിദ്അത്തുകാർ, നിഫാഖ് ബാധിച്ചവർ, അവരെല്ലാം കുടുങ്ങുന്നൊരു ലോകമാണ് അവിടെ. ഏറ്റവും അധികം ഈമാൻ ഇല്ലാത്ത ആളുകള് ഒന്ന് മുസ്ലിമായെങ്കിലെങ്കിലും മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നൊരു നേരം എപ്പോഴാണെന്നറിയോ?
ഒന്നാമത്തെ തട്ടിൽ നിന്ന് ദോഷികളായ മുഅ്മിനീങ്ങളുടെ ശിക്ഷ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായി അവരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുമ്പോ 6 തട്ടുകളിലും കിടക്കുന്ന ആളുകൾ പറയും, ദോഷികളായ മുസ്ലിമെങ്കിലും ആയില്ലല്ലോ. ഒന്നാമത്തെ തട്ടിൽ കടന്നാലും കുഴപ്പമില്ലായിരുന്നു, അവർക്ക് രക്ഷ കിട്ടിയല്ലോ ഈമാനിന്റെ പേരില്, നമുക്ക് അതും കിട്ടിയില്ലല്ലോ എന്ന് ബാക്കി 6 തട്ടിലും ഉള്ള ആളുകൾ ആവർത്തിച്ചവർ പറയും, റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈമാനില്ലാത്ത ആളുകൾ ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ, ഒന്ന് ഇസ്ലാമോടെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന, വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന, വിളിച്ചു പറയുന്ന നേരം അത് പരലോകമാണ് സഹോദരങ്ങളെ. ഈമാൻ ഇവിടുന്ന് കാത്തു സൂക്ഷിക്കേണ്ടതാണ്, ഇവിടുന്ന് സമ്പാദിക്കേണ്ടതാണ്. അവിടെ പോയി മൂമിനാകാൻ എല്ലാവരും റെഡിയാണ്. ഏറ്റവും അധികം അതേ പരലോകത്തുനിന്ന് ഞങ്ങൾ ഈമാനിലേക്ക് വന്നുകൊള്ളാം, ഞങ്ങൾ മുസ്ലിമായി കൊള്ളാം എന്ന് പറയുന്നവരാരാണ്? സത്യനിഷേധികളാണ്. അവരാണ് ഏറ്റവും അധികം അല്ലാഹുവിനോട് പറയാ, ഫലോ അന്നലന കറ, ഒരു ചാൻസ് കൂടി തരുമോ പടച്ചോനെ, ഒറ്റ ചാൻസ് കൂടി, ഫനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ പെട്ടുംകൊട്ട് വരാം. ഈമാൻ കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഞങ്ങൾക്ക് വന്നു, അത്രേ ഉള്ളൂ, ഒരു ചാൻസ് കൂടി നീ തന്നാ മതി. നടക്കുവോ ഇനി അത്? അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാനിന് രാജിയാകുന്ന, ഈമാനിന് എതിരാകുന്ന ഒരു വാക്കും പ്രവൃത്തിയും വരാതെ നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കണം. ഈമാനിന് കേടുപാട് സംഭവിക്കരുത്. ഈമാനിന് കേടുപാട് സംഭവിച്ചാൽ പിന്നെ എത്ര വലിയ അമല്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അമല് ചെയ്തിട്ടും കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിയമങ്ങൾക്ക് നിയമത്തിന്റെ വില തന്നെ നമ്മുടെ ഖൽബിൽ വേണം. ഹറാമിന് പുല്ല് വില വന്നാൽ, ഹറാമ് ലാഘവത്തോടെ കണ്ടാൽ, ഹലാലാക്കുന്ന പരിവേഷം വന്നാൽ, പലരും ചെയ്യുന്നു എന്ന മുഖേന പ്രശ്നമില്ല എന്ന ഒരു ചിന്തയും വാക്കും വന്നാൽ, ഒരൊറ്റ ഹറാമിനെ ഹലാലാക്കിയാൽ തന്നെ ദീന് വിട്ട് പുറത്തുപോയി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യവും അതിന് ആസ്വാദകരും അതിന് പ്രേക്ഷകരും അതിന് സമ്പാദകരും അതിന് പ്രസിദ്ധീകരിക്കുന്ന ആളുകളും അതിന് പബ്ലിസിറ്റി ചെയ്യുന്നവരും ലോകതലത്തിൽ വർദ്ധിക്കുകയും അതിന്റെ വിവിധ മുഖങ്ങൾ ലോകതലത്തിൽ വരികയും അതിന്റെ ആളുകളായിട്ട് പലരും മാറുകയും ചെയ്യുമ്പോ, മുസ്ലിമേ, നിന്റെ ഖൽബിലെങ്ങാനും ഒരിക്കലെങ്ങാനും തോന്നിപ്പോയാൽ, ഇതിനൊന്നും പ്രശ്നമില്ലാന്ന് തോന്നിപ്പോയാൽ, പച്ച ഹറാമിന് കുഴപ്പമില്ലെന്ന് തോന്നിപ്പോയാൽ, ഈമാന് പോയി കേട്ടോ. ഇതിനത്ര പ്രശ്നമൊന്നുമില്ല. എത്ര ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്, എത്ര ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് വന്നാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാന് പോയി. അതുകൊണ്ടാണ് ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം, ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. എത്ര സന്നിഗ്ധ ഘട്ടമാണെങ്കിലും അതിനോട് സമരസപ്പെടുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടായിക്കൂടാ. എത്ര ബുദ്ധിമുട്ടുള്ള സംഗതി വന്നാലും അത് സ്വീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൂടാ. ലാഘവത്തോടെ കാണരുത്, ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. അതിനൊന്നും പ്രശ്നമില്ല എന്ന് കാണരുത്. പ്രായപൂർത്തിയും പക്വതയും എത്തിയിട്ട് 1-2 മക്കളുള്ള ഒരു ഉപ്പയോട് അല്ല, അങ്ങനെയൊന്നും ഈ രൂപത്തിലൊന്നും വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ. ഇസ്ലാമികമായിട്ട് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമില്ലേ എന്ന് ഒരു ഉസ്താദ് നല്ല ഉപദേശം നൽകിയതാണ്. അയാളെ ബുദ്ധിമുട്ടാക്കിയ അല്ലെങ്കിൽ അപമാനിക്കുക ഒന്നുമില്ല, വ്യക്തിപരമായിട്ട് ഉപദേശിച്ചതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ,
എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പൊ ദുന്യാവിൽ ജീവിക്കാൻ കഴിയും? കുറച്ചൊക്കെ എങ്ങനെ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ജീവിക്ക? സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇതൊക്കെ കുറച്ച് അനുവദിക്കണം എന്നല്ലേ ആ പറഞ്ഞ മനസ്ഥിതി? ഉസ്താദ് പറയുന്നത് ഈ രൂപത്തിലുള്ള നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അത് ശരിയല്ല. അറിവില്ലാതെ ധരിച്ചതാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. നിങ്ങളെ മോനും ധരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. വളരെ കടുത്ത ഭാഷയിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്നൊക്കെ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ലേ? ഈ വിഷയം നമ്മിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ മറുപടി എന്താണെന്നറിയോ? ഇങ്ങനൊക്കെ അല്ലാതെ ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോന്നാണ്. സഹോദരങ്ങളെ, ഏത് കാലം മാറി വന്നാലും ഹറാം ഹറാമായിട്ട് തന്നെ വിലയിരുത്തണം. ഹലാലിന്റെ പരിവേഷം കൊടുത്തുകൂടാ. +2 കാരിയായ ഒരു പെണ്ണിനെ പർദ്ദ ധരിച്ച് മഫ്ത ധരിച്ച് ബുർഖ ധരിച്ച ഉമ്മാന്റെ കൂടെ തോളിൽ ഒരു ഷാളുമിട്ടിട്ട് കണ്ടപ്പോ ഒരു പൊതുപ്രവർത്തകനായ ദീനീ പ്രവർത്തകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ നല്ല മുത്തഖിയായ ഉമ്മയാണ്, പക്ഷേ കെട്ടിക്കാൻ പ്രായമായ നിങ്ങളെ കൂടെയുള്ള ഈ മകള് +2 പഠിച്ചു കഴിഞ്ഞ ഈ പെണ്ണ് തലയിൽ ഒരു തട്ടമില്ലാതെ തോളിൽ ഒരു തട്ടമിട്ടിട്ടല്ലേ പോകുന്നത്? തലയിൽ തട്ടമിടാതെ നടക്കുന്നത് ഹറാമല്ലയോ എന്ന് പറയുന്ന സമയത്ത് മറുപടി വന്നത് എങ്ങനെയെന്നറിയോ? നമ്മൾ വാക്കുകളെ ശ്രദ്ധിക്കാനാ ഞാൻ പറയുന്നത്. അത് ഒരു പൊതുജീവിതം ആരംഭിക്കുമ്പോഴൊക്കെ ആരംഭിച്ചാ പോരെ. തട്ടമിട്ടിട്ട് ബുർഖയിട്ടിട്ട് പർദ്ദയിട്ട് മട്ടത്തിൽ നടക്കുന്നത് മതിയോ സഹോദരാ? മതിയോ ഉമ്മ? അതുവരെ ഈ ഹറാമിന് പെർമിഷൻ ഉണ്ട് എന്നാണോ പറയുന്നത്? ആരാ നമുക്ക് അനുവാദം നൽകിയത്? ആരാ നമുക്ക് അംഗീകാരം നൽകിയത്? ഇതിന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇത് പാടില്ലെന്ന് പറയുന്ന വിഷയം നമ്മൾ തിരുത്തിയില്ലയോ? നന്നായി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഹറാമിനെ ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ വർജിക്കുന്ന മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. പൂർവികർ ഈമാനെ കാത്തു സൂക്ഷിച്ചത് നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം